മുഖസൗന്ദര്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുഖസൗന്ദര്യത്തിന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ. പല തരത്തിലുണ്ടാകുന്ന ഈ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്താൽ തന്നെ മുഖത്ത് നല്ല പ്രകാശം കിട്ടും, നല്ല വെളുപ്പും കിട്ടും. എന്തായാലും അതിനു വേണ്ടിയൊരു ഉപായമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതിനു മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കൽ. നമുക്കപ്പോൾ അതിനായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ മുൾട്ടാനി മിൽറ്റി പൗഡർ. ഓക്കെ, ഈ പൗഡർ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാൻ സാധിക്കും. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ആയുർവേദ കടകളിൽ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിലും എവിടെ വേണമെങ്കിലും കിട്ടാം. ഓക്കെ, അപ്പം മുൾട്ടാനി മിൽറ്റി പൗഡർ നമുക്ക് 1 സ്പൂൺ എടുക്കാം. ഇതാണ് പൗഡർ, നമുക്ക് 1 സ്പൂൺ എടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ സ്കിന്ന് ശരിക്ക് വൈറ്റ് ആകാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ മുൾട്ടാനി മിൽറ്റി പൗഡർ. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഓക്കെ, ഇതിൻ്റെ പേര് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇവിയോൺ 400 എന്ന കമ്പനിയാണിത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് കമ്പനി വേണമെങ്കിലും മേടിക്കാം, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മേടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ പച്ചനിറത്തിലുള്ള ക്യാപ്സൂൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം നൽകുന്നതാണ്. നമ്മുടെ മുഖത്തിലെ ഉള്ള ഡാർക്ക് ആയിട്ടുള്ള എല്ലാ സ്പോട്ടുകളും മാറ്റാൻ വേണ്ടി ഈ ഒരു വൈറ്റമിൻ ഇ നമ്മളെ സഹായിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം സ്കിന്ന് പൂർണ്ണമായിട്ട് ന്യൂ ജനറേറ്റ് ചെയ്ത് അതായത് പുതിയ സ്കിന്ന് ഉണ്ടാകാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. ഇതാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. നമുക്ക് ഒരെണ്ണം എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഈ ഓയിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ റോസ് വാട്ടറാണ്. ഓക്കെ, റോസ് വാട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ നമ്മുടെ റോസാപ്പൂവിൻ്റെ സത്താണ്. ഈ സത്ത് നമ്മുടെ റോസാപ്പൂവിൻ്റെ സത്ത് വളരെയധികം ഗുണം ചെയ്യും നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ട് വൈറ്റ്നെസ് ഉണ്ടാകാൻ വേണ്ടി, അതായത് കൂടുതൽ പ്രകാശം കിട്ടാൻ വേണ്ടി ഈ റോസ് വാട്ടർ നമ്മളെ സഹായിക്കും. അപ്പം നമ്മുടെ ഈ റോസ് വാട്ടർ നമുക്ക് എടുക്കാം. ഒരു 2 സ്പൂൺ റോസ് വാട്ടർ നമുക്ക് എടുക്കാം. അതായത് ഇപ്പം നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ പൊടിയെല്ലാം ശരിക്ക് ഒന്ന് ഒരു പേസ്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടണം. 2 സ്പൂൺ ഇട്ട ശേഷം ശരിക്കും ഇളക്കി നോക്കുക. നമുക്ക് ആവശ്യമെങ്കിൽ ഒരു അല്പം കൂടി ഇടാൻ കുഴപ്പമില്ല. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും പേസ്റ്റ് ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യം നമ്മൾ ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേസ്റ്റ് ആയിട്ട് കിട്ടും. ആ പേസ്റ്റാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ നമുക്ക് എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട് കൂടുതലായിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ അത് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മൊത്തത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിലും അതിൽ അപ്ലൈ ചെയ്യാം, കാരണം കുഴപ്പമൊന്നുമില്ല. കാരണം ഡാർക്ക് സ്കിൻ അല്ലെങ്കിൽ തന്നെയും മുഖത്തിന് കൂടുതൽ പ്രകാശം നൽകാൻ വേണ്ടി നമുക്കിത് സഹായിക്കും നമ്മളെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ശരിക്കും അപ്ലൈ ചെയ്യുക. അതിനുശേഷം അരമണിക്കൂർ ഇതേപോലെ സൂക്ഷിക്കുക. അരമണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മുഖത്ത് ഈ തേച്ചേക്കുന്നത് ശരിക്കും ഡ്രൈ ആവണം. അതാണ് നമ്മുടെ സമയം. സത്യം പറഞ്ഞാൽ അരമണിക്കൂർ അല്പം കൂടി താമസിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ശരിക്കും ഡ്രൈ ആയ ശേഷം നിങ്ങൾ കഴുകിക്കളയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. സോപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കൊണ്ടുള്ള വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഈ മാർഗ്ഗം ചെയ്യാവുന്നത്. ഒരാഴ്ചയിൽ 3-4 തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. 100% വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കൽ. അതുവരേക്കും ഷോർട്ട്. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.